നമസ്കാരം. നമ്മുടെ ഗ്രഹത്തിൻ്റെ ചരിത്രം പലപ്പോഴും മനുഷ്യർക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും സമുദ്രനിരപ്പിലെ ഉയർച്ചയും പല പുരാതന പ്രദേശങ്ങളെയും ആഴക്കടലിലേക്ക് അപ്രത്യക്ഷമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നൂറ്റാണ്ടുകളായി ഗവേഷകരുടെ ആകാംക്ഷയ്ക്ക് വിഷയമായ ഉത്തരസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരുന്ന ഒരു പ്രാചീന വനത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ മാനവ ചരിത്രത്തെയും ഭൂമിശാസ്ത്രപരമായ ധാരണകളെയും തിരുത്തിക്കുറിക്കുകയാണ്. 16,000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഓക്ക്, എൽം, ഹെയ്സൽ തുടങ്ങിയ മരങ്ങൾ നിറഞ്ഞ സമൃദ്ധമായ ഒരു വനപ്രദേശം ഇന്ന് നമ്മൾ കാണുന്ന കടലിനടിയിൽ ഉണ്ടായിരുന്നുവെന്നത് ശാസ്ത്രലോകത്തെ വലിയൊരു കണ്ടെത്തലാണ്. ഡോഗർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം വെറുമൊരു കരപ്പാലം മാത്രമായിരുന്നില്ല, മറിച്ച് ഐസേജ് കാലഘട്ടത്തിൽ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും അഭയമരുളിയ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കണ്ടെത്തലിലേക്ക് നയിച്ച ശാസ്ത്രീയ രീതി വളരെ ശ്രദ്ധേയമാണ്. 14-ാം നൂറ്റാണ്ടിലെ പഴയ കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധാരണയായി ഉപയോഗിക്കാറുള്ള പരാഗരേണുക്കളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളെക്കാൾ എത്രയോ മടങ്ങ് കൃത്യതയുള്ള സെഡിമെൻ്ററി ഏൻഷ്യൻ DNA സാങ്കേതിക വിദ്യയാണ് ഗവേഷകർ ഇതിനായി ഉപയോഗിച്ചത്. സമുദ്രത്തിലെ അടിത്തട്ടിലെ 41 കേന്ദ്രങ്ങളിൽ നിന്നായി ശേഖരിച്ച 252 സാമ്പിളുകൾ വിശകലനം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. 16,000 വർഷങ്ങൾക്ക് മുൻപ് വരെ അവിടെ നിലനിന്നിരുന്ന സസ്യജാലങ്ങളുടെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ പഠനം സഹായിച്ചു. പ്രത്യേകിച്ചും 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായതായി കരുതിയിരുന്ന പിറാറ്റോകാരിയ പോലെയുള്ള വാൽനട്ട് വർഗ്ഗത്തിൽപ്പെട്ട മരങ്ങളുടെ DNA സാമ്പിളുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്നത് ശാസ്ത്രലോകത്തിന് നൽകിയ വലിയൊരു അപ്രതീക്ഷിത സമ്മാനമാണ്. തണുപ്പ് കാലത്ത് പോലും ഇത്തരം സസ്യങ്ങൾ അതിജീവിച്ചിരുന്നു എന്നതിനർത്ഥം ഐസേജ് കാലഘട്ടത്തിൽ പോലും ചെറിയ മൈക്രോ റെഫ്യൂജികൾ അഥവാ സൂക്ഷ്മമായ അഭയകേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ്. ഡോഗർലാൻഡ് വെറുമൊരു കടൽ തീരമല്ല എന്നും മറിച്ച് അങ്ങേയറ്റം ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശമായിരുന്നുവെന്നും ഈ പഠനം അടിവരയിടുന്നു. മെസോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഈ വനങ്ങൾ ഭക്ഷണവും പാർപ്പിടവും ഒരുക്കി നൽകിയിരുന്നു എന്നതും വ്യക്തമാണ്. ബ്രിട്ടനിലെ മെസോലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള പുരാവസ്തു തെളിവുകൾ ലഭ്യമല്ലാത്തത് ഒരുപക്ഷെ ഈ പ്രദേശം സമുദ്രനിരപ്പ് ഉയർന്നതോടെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നത് കൊണ്ടാകാം എന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. സമുദ്രത്തിനടിയിലായതിനാൽ ഇത്തരം തെളിവുകൾ നശിച്ചു പോയതാകാനാണ് സാധ്യത. ബ്രിട്ടനിൽ ക്ലിയ മരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നേരത്തെ കരുതിയിരുന്നതിനേക്കാൾ 2000 വർഷങ്ങൾക്ക് മുൻപേ അവിടെ ഇത്തരം മരങ്ങൾ നിലനിന്നിരുന്നു എന്നും ഈ പഠനം തെളിയിക്കുന്നു. അക്കാലത്തെ കാലാവസ്ഥ താരതമ്യേന മിതമായിരുന്നുവെന്നും സങ്കീർണമായ ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ പുതിയ ഡാറ്റ യൂറോപ്പിലെ കാടുകളുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള നിലവിലുള്ള സിദ്ധാന്തങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അവസാനത്തെ ഹിമയുഗത്തിന് ശേഷം യൂറോപ്പിലെ വനങ്ങൾ എങ്ങനെ തിരിച്ചു വന്നത് എന്നതിനെക്കുറിച്ച് നിലവിലുള്ള ധാരണകൾക്ക് ഈ കണ്ടെത്തൽ ഒരു പുതിയ ദിശാബോധം നൽകുന്നു. സ്റ്റോറഗേ സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് ഏകദേശം 7,000 വർഷങ്ങൾക്ക് മുൻപ് വരെയും ഈ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ വാസയോഗ്യമായിരുന്നു എന്നത് ആധുനിക മനുഷ്യർക്ക് അത്ഭുതകരമായ അറിവാണ് നൽകുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ജനിതക വിവരങ്ങൾ ഭാവിയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. ചുരുക്കത്തിൽ ഉത്തര സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെ ഈ കണ്ടെത്തൽ വെറുമൊരു വനത്തിൻ്റെ അവശിഷ്ടം മാത്രമല്ല, അത് മറിച്ച് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള പുരാതന ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു വാതായനമാണ്. അപ്രത്യക്ഷമായി പോയ ഒരു ലോകത്തെക്കുറിച്ചും കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിച്ച് നിലനിന്ന ജീവജാലങ്ങളെക്കുറിച്ചും ഒപ്പം ഹിമയുഗത്തിലെ പ്രതിസന്ധികൾക്കിടയിലും അതിജീവിച്ച മനുഷ്യരെക്കുറിച്ചുമുള്ള പുതിയ അറിവുകളാണ് ഈ പഠനം പകർന്നു നൽകുന്നത്. ഭൂമിയുടെ ചരിത്രമെന്നത് മണ്ണിൽ മാത്രമല്ല, കടലിൻ്റെ അഗാധതയിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന ഈ കണ്ടെത്തൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഭൂമിയിലെ ജീവൻ്റെ വികാസത്തെയും മനുഷ്യൻ്റെ സഞ്ചാരത്തെയും സ്വാധീനിച്ചത് എന്നതിനെക്കുറിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ വലിയ ഗവേഷണങ്ങൾക്ക് ഈ പഠനം അടിത്തറവാകും എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.